നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടന്റെ ഒപ്പം ജീവിക്കാൻ കാത്തിരിക്കുന്ന എന്റെ കുഞ്ഞുച്ചിയോട് ഞാൻ എന്താ പറയണ്ടേ? മകളെ, നടക്കാൻ സാധ്യതയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ഓർത്ത് സ്വപ്നം കാണരുതെന്ന് പറയൂ ആ സഹോദരിയോട്. മനസ്സ് മന്ത്രിച്ചു. അതുകൊണ്ട് നാം എന്നേക്കുമായി സമാധാനത്തിന്റെ ലോകത്തേക്ക് ഒരു യാത്ര പോവാ. നമ്മെ തടയരുത്, തിരിച്ചു വിളിക്കുകയും ചെയ്യരുത്. മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് മാലോകർക്ക് വേണ്ടി കുറെ നാള് ജീവിക്കുക. ബ്രോ എന്തൊക്കെയാ പറയുന്നത്? ഒരു പ്രോഗ്രാം കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ മാറ്റം വരുമോ? സഹജ, ബ്രോ അല്ല, സ്വാമിജി. അതൊരു പ്രോഗ്രാം അല്ലായിരുന്നു. നാം കുറെ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതായിരുന്നു ആ പരിപാടിയിൽ നിറഞ്ഞു നിന്നത്. ഇത്രയും കാലം നമ്മൾ കണ്ടതും അനുഭവിച്ചതും ഒന്നുമല്ല കുഞ്ഞെ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിലല്ല. ഭൂമിയിൽ നമ്മൾ ജീവിച്ചു തീർക്കുന്നത് മുൻ ജന്മത്തിലെ പാപഭാരോ. അത് അനുഭവിക്കുകയാണ് വേണ്ടത്. മരണശേഷമാണ് ഓരോ മനുഷ്യനും യഥാർത്ഥ ജീവിതമുള്ളത്. ഈ ശിഷ്ടകാലം കഴിഞ്ഞു കിട്ടാനും മരണശേഷമുള്ള ജീവിതം സ്വന്തമാക്കാനും സന്യാസം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതിന് ഏറ്റവും അനുയോജ്യമായുള്ള സ്ഥലം ഹിമാലയ സാനുക്കൾ തന്നെയാണ്. നമ്മുടെ യാത്ര അവിടേക്ക് തന്നെയാണ്. ഇനിയുള്ള നമ്മുടെ ജീവിതവും അവിടെ തന്നെയാ. ഇവര് തലയ്ക്ക് പല ഓളം കയറിയോ? എന്തൊക്കെ പിച്ചും പോയോ ഇവ പറയുന്നത്? ചുമ്മാതെ പിതാവേ, അരുത്. നമ്മുടെ എന്താ നിന്റെ ഉദ്ദേശം? ഈ വേഷം കെട്ടലിന്റെ കാര്യം എന്താന്നാ ചോദിച്ചത് നിന്നോട്? അരുത്. പരിഭാവനവും പരിശുദ്ധവുമായി ഈ വേഷത്തെ വെറും വേഷം കെട്ടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഒരാളുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ തടസ്സം നിൽക്കുകയും ചെയ്യരുത്. നമ്മുടെ വഴി നാം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. വിഷ്ണുവേട്ടൻ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? വിഷ്ണുവേട്ടന്റെ ഒപ്പം ജീവിക്കാൻ കാത്തിരിക്കുന്ന എന്റെ കുഞ്ഞുച്ചിയോട് ഞാൻ എന്താ പറയണ്ടേ? മകളെ, നടക്കാൻ സാധ്യതയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ഓർത്ത് സ്വപ്നം കാണരുതെന്ന് പറയൂ ആ സഹോദരിയോട്. അതൊരു അടഞ്ഞ അധ്യായമാണ്. ഇനി നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആ തീരുമാനം എടുക്കാനുള്ള അർഹതയും ജഗദീശ്വരന് മാത്രമാണ്. വിഷ്ണു, നിന്റെ ജീവിതം വെച്ചാ നീ കളിക്കുന്നത് കേട്ടോ. പിതാവേ, ഈ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതം കൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണ് കുഞ്ഞെ ഉള്ളത്? ആർക്കുമില്ല. എവിടെയോ എങ്ങോ എത്താനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. ആ ഓട്ടം നിൽക്കുമ്പോ നഷ്ടപ്പെടുന്നത് നമ്മുടെ നല്ല സമയങ്ങളല്ലേ? അതിൽ നിന്നും എത്രയോ ഭേദമാണ് കുഞ്ഞെ അടുത്ത ജന്മത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ആ ജന്മത്തിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഈ ജന്മത്തിൽ പരിശ്രമിക്കുന്നതും. നാം നമ്മുടെ അടുത്ത ജന്മത്തിലെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ ജന്മത്തിൽ പരിശ്രമിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ എനിക്ക് ഈശ്വരനെ കണ്ടെത്തണം, സംസാരിക്കണം.
ഭഗവാനുമായി വരും ജന്മത്തിലെ വരുംവരായികളെ കുറിച്ച് ആധികാരികമായിട്ട് അങ്ങ് സംസാരിക്കണം. അതുകൊണ്ട് ആരും നമ്മെ തടയരുത്. ഇത് നാം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പോയിട്ട് വരാം കുട്ടികളെ. വിഷ്ണു, നീ ഇങ്ങനെ പിച്ചും പേയും പറയാതെ. അല്പം മുമ്പ് TV കണ്ട സന്യാസിയുമായി സംസാരിച്ചെന്ന് പറഞ്ഞ് ഇത്ര പെട്ടെന്ന് നിനക്കൊരു മാറ്റം വന്നു എന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ എനിക്കാവില്ല. ദേ, നീ മറ്റെന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണോ പറയുന്നത്? സത്യം പറയടാ, എന്താ നിന്റെ ലക്ഷ്യം? എന്താടാ നിന്റെ ഉള്ളില്? എടാ, എനിക്കറിയണം പെട്ടെന്നുണ്ടായ നിന്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന്. മാതാവേ, നമ്മുടെ ചിന്തകൾ നാം പൂർണ്ണമായി ഈശ്വരനിൽ അർപ്പിച്ചു കഴിഞ്ഞു. മനുഷ്യരുടെ ദുഷിച്ച ചിന്തകൾക്ക് വശംവദരായി ദുർമാർഗങ്ങളിലൂടെ സഞ്ചരിക്കാതിരിക്കാനായി മനസ്സ്, വാക്ക്, ശരീരം എന്നിവയിൽ ദൈവത്തെ ചിട്ടപ്രകാരം ആരാധിക്കുക. അതിനായിട്ട് ഭവതിയുടെ മകൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. നമുക്ക് കിട്ടിയ അറിയിപ്പ് അനുസരിച്ച് നമ്മുടെ സേവന സ്ഥലം ഇതല്ലെന്നും അതങ്ങ് ഹിമാലയ സാനുക്കളിലാണെന്നും ഭഗവാൻ അരുൾ ചെയ്തു. അത് ഭവതി മനസ്സിലാക്കണം. അതുകൊണ്ട് മകനോട് ഇഷ്ടവും സ്നേഹവും ഉള്ള മാതാവാണെങ്കിൽ ഈ യാത്ര തടസ്സപ്പെടുത്താതിരിക്കുക. എന്തിനാ വിഷ്ണുവേട്ട ഇങ്ങനൊരു തീരുമാനം എടുത്ത്? ഇതല്പം കടന്നുപോയില്ലേ? സ്വന്തം ഭാര്യ തൊട്ടരികിലുണ്ടെങ്കിലും വളരെ ദൂരെ നമ്മെപ്പോലെ കഴിയുന്നതിലും ഭേദം സന്യാസമല്ലേ കുട്ടി നല്ലത്? അല്ലാന്നുണ്ടോ? സന്യാസം എന്നത് ഓരോ വ്യക്തിയുടെ ആത്മാവിൽ ദൈവനിവേശിതമായി ഉദ്ഭൂതമാവുന്ന ഒരു സ്നേഹത്തിന്റെ നിറവാണ്. ഒരിക്കൽ അനുഭവിച്ച ആൾക്ക് ഇതിൽ നിന്ന് മുക്തനാവാൻ കഴിയില്ല. നാം ഇപ്പോ ആ ഒരു ലഹരിയിലാണ്. ആ പരമാനന്ദ ലഹരിയിൽ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവ ശിവ ശങ്കര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.